നമസ്കാരം, ഞാൻ ശ്രുതി നിധി. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറച്ച് നാൾ മുന്നേ നമ്മുടെ റേഷൻ ബിരിയാണി കണ്ടിട്ട് ഒരാൾ ചോദിച്ചിരുന്നു ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി എങ്ങനെയാണ് കുക്കറിൽ വേവിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളുത്തതല്ല, എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മഞ്ഞ കളറുള്ള നീളത്തിലുള്ള അരിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതിന് കുറച്ച് വേവുള്ളൂ, അതായത് പെട്ടെന്ന് വെന്ത് പോണ അരിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞാകെ ഒട്ടി ആകെ അങ്ങനെ ഇരിക്കും. പിന്നെ അതിന് കുറച്ച് പശപ്പും കൂടുതലുള്ള അരിയാണ്. ഈ അരി വെച്ചിട്ട് തന്നെ ഞാൻ കുക്കറിൽ എഗ് റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബിരിയാണി അരി പോലെ അധികം വേവാത്ത രീതിയിലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെങ്കിലും ഒട്ടാതെയും പിന്നെ ഉടയാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാണ്ടൊക്കെ നല്ല രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം അന്ന് ആ എഗ് റൈസ് വേവിച്ചെടുത്ത പോലെ പറ്റില്ല, ചോറുണ്ണാനായിട്ട് നമ്മൾ കുറച്ചും കൂടി വേവിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ നമ്മൾ കുക്കറിൽ ഈ അരി വേവിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞിട്ട് പിന്നെ ഇത് കഴിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ നമുക്കിത് കുക്കറിൽ എങ്ങനെയാണ് ഒട്ടാണ്ടും ഉടയാണ്ടും കുഴഞ്ഞു പോകാണ്ടൊക്കെ ഒന്നും തൊടാണ്ട് എന്ന് വെച്ചാൽ വെന്തിട്ടുള്ള നല്ല ചോറായിട്ട് എങ്ങനെ ഇത് വേവിച്ചെടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പം അങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ml കൊള്ളുന്ന കപ്പാട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കല്ലുണ്ടാവാറുണ്ട്, ചിലപ്പോൾ നെല്ലും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ അറിയെങ്കിൽ ചേറിയാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ചിലപ്പോൾ അറിയുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ചേറി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ എനിക്കിതുപോലെ അമ്മ ചേറി തന്ന അരിയാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സാധാരണ ഏത് അരിയായാലും ചൂടുവെള്ളത്തിലാണ് കഴുകിയെടുക്കാറുള്ളത്. അപ്പം ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നീട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഇനി ഇത് നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ക്ലിയറായി വെള്ളം വരുന്ന വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് അരി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടില്ല, ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആണ്. അപ്പം അത്രയും വരെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം അങ്ങനെ അരി നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അപ്പം അതിനായിട്ട് ഒരു കുക്കറിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 ലിറ്ററിൻ്റെ കുക്കറാണ് 1 കപ്പ് അരി വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് ഇതേ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 2 ലിറ്ററിൻ്റെ കുക്കർ എടുത്താൽ നമുക്ക് 1 കപ്പ് അരി വരെയൊക്കെ വേവിക്കാം. 1 കപ്പും വേണമെങ്കിൽ ഇത്തിരിയും കൂടി കുറച്ച് കൂടുതലിടാം. അല്ലാണ്ട് കൂടുതൽ അരി നിങ്ങൾ വേവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ലിറ്റർ എൻ്റെ കുക്കർ എടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം തിളയ്ക്കാനും നിൽക്കണ്ട, ഇപ്പം തന്നെ നമ്മൾ കഴുകി വെച്ച എല്ലാ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ടും അരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. കുക്കർ അടയ്ക്കുമ്പോൾ നിങ്ങൾ വിസിൽ വെക്കേണ്ട, വിസിൽ വെക്കാതെ വേണ്ടിട്ട് അടയ്ക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ കുക്കറിൽ നിന്ന് ഇതുപോലെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വിസിൽ വെക്കാം. എന്നിട്ട് ഫ്ലെയിം അപ്പം തന്നെ നിങ്ങൾ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാട്ടോ ആ വിസിൽ വെക്കണം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പുറത്തോട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ വിസിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുക്കറിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ആ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ രീതിയിൽ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് പോണ അരിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് വേറെ മോഡൽ അരിയാണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ വേവിച്ചെടുത്താൽ ശരിയാവണമെന്നില്ല. അപ്പോൾ ഞാനിനി ഇതൊരു 30 മിനിറ്റോളം തുറക്കാണ്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. 30 മിനിറ്റിന് ശേഷമാണ് തുറന്നു നോക്കുക. എന്നിട്ട് വേവ് നോക്കും. എന്നിട്ട് ഒന്നും കൂടി വേവാനുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി തുറക്കാതെ വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചോറിനൊക്കെ എടുക്കേണ്ട ആ ഒരു വേവ് ആയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ഒന്ന് വേവാണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടി ഒന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത് തുറന്നു നോക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം മൊത്തം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് നോക്കിയപ്പോൾ ഇത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇതിപ്പോൾ കുക്കറിലാണ് വേവിച്ചെങ്കിൽ പോലും ഇത് പെട്ടെന്ന് വെന്ത് പോണ അരിയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഒന്നും ഒന്ന് തൊടാണ്ട് എന്ന് വെച്ചാൽ വെന്തിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ വെന്ത് പോകണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നെടുത്താൽ മതി. പിന്നെ ഞാൻ പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന അരി കൂടുതലാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കുക്കറും കുറച്ച് വലുപ്പത്തിനൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 25-30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി വേണമെന്ന് വെച്ചാൽ വെക്കുക. എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങളിത് ഊറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാർത്തിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഇത് ഊറ്റിയിട്ട് അല്ലെങ്കിൽ വാർത്തിട്ട് എടുത്താൽ മതി. ഞാൻ ഈ കുക്കർ നിറച്ചും തിളപ്പിച്ച് ചൂടോട് കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കല്ലുള്ള അരിയെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങളിത് ഊറ്റിയെടുക്കേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിൽ കല്ല് പെട്ടോളും. അപ്പോൾ നമുക്ക് ചോറിലധികം കല്ല് കിട്ടില്ല. ഞാനിപ്പോൾ വറുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ അരിയിൽ അധികം കല്ല് കിട്ടിയില്ല, 1-2 കല്ലൊക്കെ ഒരു വട്ടം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാർത്തെടുക്കാൻ ചെയ്യുന്നത്. പിന്നെ ഇതൊരു കലത്തിലോട്ട് എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, കഞ്ഞിവെള്ളം ഒന്ന് പോവാനായിട്ട്. അപ്പം നിങ്ങൾക്കിത് അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും ഞാൻ ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് കഞ്ഞിവെള്ളം എല്ലാം വാർന്നു പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നല്ല ചോറായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം ഇതിൽ കഞ്ഞിവെള്ളമൊക്കെ വാർന്നു പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്ര നല്ല ചോറായിട്ടാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുഴയാണ്ടും മൊട്ടാണ്ടൊക്കെ നല്ല ചോറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് വെന്ത് പെട്ടെന്ന് വേവണ കുഴഞ്ഞു പോണ അരിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഈ മോഡൽ അരിയാണ് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ഒട്ടാണ്ടും കുഴയാണ്ടൊക്കെയുള്ള നല്ല ചോറ് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ചാനലിൽ റേഷൻ അരി വെച്ചിട്ടുള്ള മറ്റു റെസിപ്പികളൊക്കെ നിങ്ങൾ കാണാനും മറക്കരുത്. അപ്പോൾ റേഷൻ അരി വെച്ചിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയും എഗ് റൈസും പിന്നെ എഗ് ബിരിയാണിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണും കൂടി കാണും, നിങ്ങൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഒരു 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമായിട്ടോ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത് കാണാനും പറ്റും. പ്ലീസ് അത് ദയവായി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.